നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളം ശ്മശാനം പ്രവർത്തിപ്പിക്കണമെന്നും കുടിവെള്ളക്ഷാമവും റോഡുകളുടെ ശോചനീയാവസ്ഥയും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് CPM പൊതുയോഗം നടത്തി. ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് കയ്പമംഗലത്ത് വർണ്ണാഭമായ റാലി നടന്നു. പണമില്ലാത്തതിനാൽ 9 കൊല്ലമായി രജിസ്ട്രേഷൻ മുടങ്ങിക്കിടന്ന സ്ഥലം തിരിച്ചെടുത്തു നൽകി നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS ടീം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ശ്മശാനം പ്രവർത്തിപ്പിക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM തളിക്കുളം ലോക്കൽ കമ്മിറ്റി പൊതുയോഗം സംഘടിപ്പിച്ചു. തളിക്കുളം സെന്ററിൽ നടന്ന പൊതുയോഗം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KR സീത അധ്യക്ഷയായി. ലോക്കൽ സെക്രട്ടറി EPK സുഭാഷിതൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം PI സജിത, അലോക് മോഹനൻ, PS രാജീവ്, EA സുഗതകുമാർ, PA ഷിഹാബ്, ഷമീർ നാലകത്ത്, ജോളി ബാബു, റഷീദ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ ഈ പൊതുയോഗത്തിനകത്ത് പറയുന്നത് അടിയന്തരമായി ആ ശ്മശാനം തുറന്ന് പ്രവർത്തിക്കാൻ ഈ തീരദേശ വാസികൾക്ക്, അതേപോലെ തന്നെ പ്രത്യേകിച്ച് തളിക്കുളം മണ്ണിലെ പ്രിയപ്പെട്ടവർക്ക് അത് ഉപയോഗപ്പെടുത്താനായിട്ടുള്ള നടപടി അടിയന്തര സ്വഭാവത്തിൽ UDFന്റെ ഭരണസമിതി ചെയ്യണം എന്നുള്ളതാണ്. കേരളക്കരയിലെ നിയമസഭാ മണ്ഡലത്തിനകത്ത് ജനങ്ങളെ സഹായിക്കാൻ കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഈ നാട്ടിക നിയോജകമണ്ഡലത്തിൽ തൃപ്രയാർ പട്ടണത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളെല്ലാം ഈ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2-3 റോഡുകൾ സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതി ആ 3 റോഡുകളും സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടുത്തി അതിന്റെ കരാറുകാർ ഏറ്റെടുത്തു. പക്ഷെ ചെയ്തൊരു തെറ്റായ നടപടി എന്താണ്? UDFന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ഗ്രാമപഞ്ചായത്തിനകത്തെ പ്രസിഡന്റും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റും മറ്റ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മറ്റെല്ലാം ഒത്തൊരുമിച്ചിരുന്നുകൊണ്ട് പറഞ്ഞു, ആ 3 റോഡും ഈ തളിക്കുളം ഗ്രാമപഞ്ചായത്തിനകത്ത് പണിയേണ്ടതില്ല. അത് പിണറായി വിജയന്റെ ഫണ്ടാണ്, ഇടതുപക്ഷത്തിന്റെ ഫണ്ടാണ് എന്നല്ലേ പ്രഖ്യാപിച്ചത്. ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തം എന്ന സന്ദേശവുമായി മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണം സംഘടിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് സിസാനി തെരേസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളിൽ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും സുരക്ഷിതമല്ലാത്ത ഭക്ഷണരീതികൾ വരുത്തിവെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സ്കൂൾ ഹെൽത്ത് ഓഫീസർമാരായ ശ്രുതി, അനീഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ബാലവേദി വാടാനപ്പള്ളി മേഖലാ കമ്മിറ്റി ലോകകപ്പ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. രക്ഷാധികാരി അനിത് കുമാർ ആന്തുപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ MV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ IR നന്ദകുമാർ ക്വിസ് മാസ്റ്ററായി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB സുനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ലീഗിന് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ലോകകപ്പിന് അരങ്ങുണരുമ്പോൾ ലോകം മുഴുവൻ കാൽപന്തിലേക്ക് ചുരുങ്ങിയ അവസരത്തിൽ ഫുട്ബോൾ ജ്വരത്തിലേക്ക് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും. കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓപ്പറേഷൻ തൂഫാൻ ലീഗ് എന്ന പേരിലാണ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓരോ ഗോളും ലഹരിക്കെതിരെ എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജിഷ് പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രവും വർത്തമാനവും പങ്കിട്ടുകൊണ്ട് PB കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KD ബിജിത്ത് കുട്ടികളോട് സംസാരിച്ചു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൽ VB സജിത്, LP വിഭാഗം പ്രിൻസിപ്പാൽ VV അമ്പിളി, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, സ്റ്റാഫ് സെക്രട്ടറി പ്രബിത പ്രതാപൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളെല്ലാം ഗ്രൗണ്ടിൽ നിന്ന് കരക്ക് കയറി മൊബൈലിൻ്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതുതന്നെയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. മൊബൈൽ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഈ കാലഘട്ടത്തിൽ മൊബൈൽ പോലീസിന് ഏറ്റവും
ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മൊബൈൽ ആശ്രയിച്ചുകൊണ്ടാണ് പല ക്രൈമും തെളിയിക്കുന്നത്. ഈ ആധുനിക ടെക്നോളജി എങ്ങനെ മിസ്യൂസ് ചെയ്യാമെന്നാണ് പുതിയ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. കുറേ കുട്ടികൾ മൊബൈലിന് അഡിക്ഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലൂടെ ലഹരിയിലേക്ക്. അപ്പം നമുക്ക് വേണ്ടത്, ലഹരി നല്ലതാണ്, അത് MDMA-നോടല്ല, കഞ്ചാവിനോടാവരുത്. ലഹരി ഫുട്ബോളിനാവട്ടെ, അല്ലെ ഫുട്ബോളിനോടാവട്ടെ, അല്ലെ ക്രിക്കറ്റിനോടാവട്ടെ, അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികളോടാവട്ടെ, നിങ്ങളുടെ പഠനത്തോട് ലഹരി ആയിക്കൂടെ? സ്വന്തം കുടുംബക്കാരോടും അച്ഛനമ്മമാരോടും കൂട്ടുകാരോടും ഉള്ള സ്നേഹത്തിലൊരു ലഹരി ആയിക്കൂടെ? ഇത്തരം ലഹരികൾ മതി. MDMA-യുടെ ലഹരി നമുക്ക് വേണ്ട. വലപ്പാട് ഗ്രാമപഞ്ചായത്തും ന്യൂ സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പാലപ്പെട്ടിയും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു മാസം നീണ്ടുനിന്ന വേനൽക്കാല വോളിബോൾ പരിശീലന ക്യാമ്പിന്റെ സമാപനവും സഹൃദയ പ്രതിഭ 2026 പുരസ്കാര വിതരണവും നടന്നു. പാലപ്പെട്ടി NSS കരയോഗം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വോളിബോൾ പരിശീലന ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ജേഴ്സികളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ തനതായ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് രാകേഷ് UR അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, വാർഡ് മെമ്പർ ഉഷ ബാബു, ദേശീയ വോളിബോൾ റഫറിയും വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവുമായ അനിൽകുമാർ CA എന്നിവർ സംസാരിച്ചു. സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ശരത് MS, ക്ലബ്ബ് ട്രഷറർ റിജി ഭരത്, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് മിഥുൻ CM, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജുകുമാർ കളപ്പുരയ്ക്കൽ, അനിൽകുമാർ ശാർക്കര, സിജിത സുനിൽ, അഭിലാഷ് തേവർക്കാട്ടിൽ, രതീഷ് വേദോട്ടിൽ, ധനേഷ് മടത്തിപ്പറമ്പിൽ, ഗംഗാധരൻ ലക്ഷ്മീസ്, വേണുഗോപാൽ കൊന്നംപറമ്പത്ത് എന്നിവർ സംസാരിച്ചു. ആ ക്യാമ്പ് നമ്മൾ നടത്തിയതിന്റെ സമാപനവും അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും അതുപോലെ തന്നെ ജേഴ്സി വിതരണവുമാണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനെ ആദ്യമായിട്ട് വെക്കുന്നത് നമ്മുടെ ന്യൂ സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൂടിയാണ്. വലപ്പാട് പഞ്ചായത്തിന്റെ കലാ കായിക സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ ഭരണസമിതി ടീം വലപ്പാട് വൈകിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് 1 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതി. അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ പാലപ്പെട്ടി ഗ്രൗണ്ടിൽ, അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നമ്മുടെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഞാനന്ന് അതിന് വരാനുള്ള ബാധ്യതയുണ്ടായി. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ കാർത്തിക് ഇത്തിക്കാട്ടിന്റെ സ്മരണാർത്ഥം തളിക്കുളം ചിലങ്ക ബീച്ച് വിക്ടറി ക്ലബ്ബും സേവാഭാരതിയും കാർത്തികിന്റെ ഗൾഫ് സുഹൃത്തുക്കളും സംയുക്തമായി തൃശൂർ IMA-യുടെ സഹകരണത്തോടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് CBI റിട്ടയേർഡ് SP രാമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് AV രാജു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ സുമിത മണികണ്ഠൻ, ഗോപിക രാമദാസ്, മിനി രമേശ്, ഷീന സുബ്രഹ്മണ്യൻ, KB സംഭാജി, KV മജുഷ് എന്നിവർ സംസാരിച്ചു. കഷ്ടിച്ച് 2 വർഷമാവണമല്ലോ ഞാൻ ഈ സേവാഭാരതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്. ഇന്നത്തെ ഈ സേവാഭാരതി നടത്തുന്ന ഈ രക്തദാന ക്യാമ്പും അതിനോട് അനുബന്ധിച്ചുള്ള കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനദാനവും വളരെ ഒരു സ്തുത്യർഹമായിട്ടുള്ള ഒരു സേവനമാണ്. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് ഗ്രാമങ്ങളിലേക്കും മറ്റും വ്യാപിപ്പിക്കേണ്ടതായിട്ട് ആവശ്യവുമുണ്ട്. ഇപ്പോൾ സേവാഭാരതി, അതായത് സംഘത്തിൻ്റെ 100ാം വാർഷികാചരണത്തിൻ്റെ ഭാഗമായിട്ട് സേവാഭാരതിയുടെ പ്രവൃത്തികളൊക്കെ നമ്മൾ നാട് നീളെ നടത്തുന്നുണ്ട്.
പിന്നെ ഈ അടുത്തിപ്പോൾ ഇന്നലെ നിങ്ങൾ ന്യൂസിൽ എത്ര പേര് ന്യൂസ് ശ്രദ്ധിക്കണമെന്ന് അറിയില്ല, നമ്മുടെ സംഘത്തിന്റെ സർസംഘ് ചാലക് ആരാണ്? സർസംഘ് ചാലക് എത്ര പേർക്ക് അറിയാം? ഒന്ന് കൈവന്നിച്ച്. അറേബ്യൻ വേൾഡ് റെക്കോർഡ് സംഘടിപ്പിച്ച കാമൽ ഇന്റർനാഷണൽ അവാർഡ് സെറിമണി 2026 ശ്രദ്ധേയ നേട്ടം കരസ്ഥമാക്കി മുരിയാംതോട് കരയാമുട്ടം വൈപ്പിപ്പാടത്ത് അൻസാർ റഹന ദമ്പതികളുടെ മകൾ അഫ്രീൻ ഫാത്തിമ. വൈപ്പിൻപാടത്ത് അൻസാർ റഹന ദമ്പതികളുടെ മകളായ അഫ്രീൻ ഫാത്തിമ 40% ഭിന്നശേഷിയെ അതിജീവിച്ച് കലാസാമൂഹിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ്. പൂമ്പാറ്റ കലാകൂട്ടായ്മയിലെ സജീവ അംഗമായ അഫ്രീൻ നിരവധി ദേശീയ അന്തർദേശീയ വേദികളിൽ കേരളത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി നടന്ന ഭിന്നശേഷി കുട്ടികളുടെ സൗന്ദര്യ മത്സരത്തിൽ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഫ്രീൻ ഫാത്തിമ 2026 ജനുവരി 25 ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡും കരസ്ഥമാക്കിയിരുന്നു. ഫാഷൻ ഷോകളിലും സാംസ്കാരിക വേദികളിലും സജീവമായ സാന്നിധ്യമായ അഫ്രീൻ ഇതിനകം തന്നെ നിരവധി അംഗീകാരങ്ങൾ നേടി ശ്രദ്ധേയായിട്ടുണ്ട്. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ അബ്ദുൽ കലാം ഇന്റർനാഷണൽ അവാർഡും അഫ്രീന് ലഭിച്ചിരുന്നു. ജില്ലാ ഭരണകൂടം, ജനപ്രതിനിധികൾ, കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ വിവിധ വേദികളിൽ അഫ്രീന്റെ നേട്ടങ്ങളെ ആദരിച്ചിട്ടുണ്ട്. നിലവിൽ കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയാണ് അഫ്രീൻ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവും മോട്ടിവേഷണൽ സ്പീക്കറുമായ അബീഷ് P. ഡൊമിനിക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോയും നൽകുന്നു. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ഓണത്തെ വരവേൽക്കാൻ കയ്പമംഗലത്ത് നിറപ്പൊലിമ ചെണ്ടുമല്ലി തൈനടിയിൽ. ഓണാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകുന്നതിനും വനിതാ കർഷക കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കയ്പമംഗലം CDSഉം കൃഷിഭവനും ചേർന്ന് നിറപ്പൊലിമ ചെണ്ടുമല്ലി തൈനടിയിൽ സംഘടിപ്പിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ IFSC വനിതാ കർഷക ഗ്രൂപ്പുകൾക്കായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ CB ആര്യ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PC മനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, CDS മെമ്പർ ഷീജ ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, CDS വൈസ് ചെയർപേഴ്സൺ ദീപ പ്രദീപൻ, 13ാം വാർഡ് ബാലസഭാ സെക്രട്ടറി ബേബി എസ്തർ എന്നിവർ സംസാരിച്ചു. കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, CDS അംഗങ്ങൾ, JLG അംഗങ്ങൾ, വാർഡിലെ സന്നദ്ധ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ബാലസഭാ അംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കാളികളായി.
ഈ JLG ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ വെള്ളക്കെട്ടില്ലാത്തൊരു ഭാഗത്താണ് ഇപ്പോൾ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. അതിൽ വളരെ സന്തോഷം. കാരണം കയ്പമംഗലത്തെ ഏറ്റവും വലിയൊരു വെള്ളക്കെട്ടാണ്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കൃഷി ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ കണ്ടത്. എന്തായാലും ഒരു JLG അംഗങ്ങൾ നല്ലോണം ബുദ്ധിമുട്ടണം. കാരണം ബുദ്ധിമുട്ടിയതിൻ്റെ അടിസ്ഥാനം മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പായിട്ടാണ് ഇതിന് വളം കൊടുത്ത് നല്ല ശ്രദ്ധിച്ച് നമ്മൾ കൊച്ചുമക്കളെ പരിപാലിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കൃഷിക്ക് അതിനൊരു മൂല്യം നൽകിക്കൊണ്ട് പോരേണ്ടത്. ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് കയ്പമംഗലത്ത് വർണ്ണാഭമായ റാലി. 100 അടി നീളമുള്ള ബ്രസീൽ ഫ്ലക്സ് ശ്രദ്ധേയമായി. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തെ വരവേറ്റുകൊണ്ട് കയ്പമംഗലം കൂരിക്കുഴിയിൽ ഗോൾഡൻ സ്റ്റാർ ക്ലബിന്റെയും ഹീറോ യങ്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ വിപുലമായ ഫുട്ബോൾ ആരാധക സംഗമവും വർണ്ണാഭമായ റാലിയും സംഘടിപ്പിച്ചു. മേഖലയിലെ 100 കണക്കിന് ഫുട്ബോൾ പ്രേമികൾ പങ്കെടുത്ത പരിപാടി ആവേശോജ്വലമായ കാഴ്ചകൾക്ക് സാക്ഷിയായി. നാസിക് ഡോളിന്റെ അകമ്പടിയോടെ ഹീറോ യങ്സ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പ്രദേശത്തെ പ്രധാന വഴികളിലൂടെ കടന്നുപോയ ശേഷം ഗോൾഡൻ സ്റ്റാർ ക്ലബ്ബ് സ്ഥാപിച്ച ബ്രസീലിന്റെ 100 അടി നീളമുള്ള ഭീമൻ ഫ്ലെക്സ് ബോർഡിന് മുന്നിൽ സമാപിച്ചു. വാർഡ് മെമ്പർ ഷാഹിർ പഴുംപറമ്പിൽ, TK ഉബൈദ്, ER ജോഷി, IS കാസിം, PY ബീന, സോമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. അലി അക്ബർ, ആദിൽ, ഫർഷാദ്, റാഷിദ് റഹീം, ചിക്കു, മുൻഷാർ, ശ്രേയസ്, മൻസൂർ, അബു താഹിർ, യാസീൻ, അൻഷാദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS ടീമിന്റെ സേവന ഇടപെടൽ വീണ്ടും. മുഴുവൻ തുക കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് 9 കൊല്ലമായി രജിസ്ട്രേഷൻ മുടങ്ങിക്കിടന്ന സ്ഥലം വിദ്യാർത്ഥിക്കും കുടുംബത്തിനും തിരിച്ചെടുത്തു നൽകിയാണ് NSS ടീം വീണ്ടും മാതൃകയായത്. സ്കൂളിലെ അധ്യാപികയും NSS കോർഡിനേറ്ററുമായ ശലഭ ടീച്ചറും പ്രിൻസിപ്പൽ ജയ ബീനയും ഒപ്പം NSS അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷൈജ ടീച്ചറും നടത്തിയ ഗൃഹസന്ദർശനമാണ് വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിലേക്ക് വഴി തുറന്നത്. സ്വന്തമായി സ്ഥലമില്ലാത്ത വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ NSS ടീം ശലഭ ടീച്ചറുടെ നേതൃത്വത്തിൽ ഭൂമി സ്വന്തമാക്കാൻ വേണ്ട ബാക്കി തുക സമാഹരിച്ചു. ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി നൽകുകയായിരുന്നു. സ്കൂളിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ പ്രമുഖ വ്യവസായിയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CP സാലിഹിന്റെ സാന്നിധ്യത്തിൽ ആധാരം കൈമാറി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന PTA എൻ്റെ മക്കൾക്കെല്ലാവർക്കും എൻ്റെ ആദ്യമായി നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. കൂടുതൽ സെക്രട്ടറി പ്രസംഗിച്ച മാതിരി നല്ലൊരു പ്രസംഗം, നല്ലൊരു സ്പീച്ചായിരുന്നു. നല്ല കേൾക്കാൻ നല്ല ഇമ്പമുള്ള, അതായത് നിങ്ങൾക്ക് ഏറ്റവും കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു സ്പീച്ചാണ്. അതാണ് നിർത്തി. അതിൻ്റെ ഇടയിൽ എനിക്ക് തിരക്കുണ്ട് എന്നുള്ള അർത്ഥത്തിൽ സെക്രട്ടറി നിർത്തിയതിൽ ആദ്യമായി ഞാൻ ക്ഷമ ചോദിക്കുക. ഇന്റഗ്രൽ IQ കാരിയർ ഗൈഡൻസും തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രവും സംയുക്തമായി SSLC+2 വിജയികൾക്ക് അനുമോദന ചടങ്ങ് നടത്തി. ഏങ്ങൂർ ഭുവനേശ്വരി ക്ഷേത്രം ഹാളിൽ നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ഷെഹർബാൻ, അഭിലാഷ്, ജയചന്ദ്രൻ മാസ്റ്റർ, ജോളി ശിവലാൽ, സിദ്ധാർത്ഥൻ KK, ദിനേശ് തൃപ്രയാർ, ഷൈജൻ ശ്രീവത്സം, സതീശൻ വലപ്പാട്, അജിത ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. സെൻസോയിഡ് സൈബർ ടെക്നോളജീസ് MD IT അരുണൻ കുട്ടികൾക്കുള്ള കാരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. 65 കുട്ടികൾ അനുമോദനം ഏറ്റുവാങ്ങി. റോഡ് സൈഡിലുള്ള ചില ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണുമ്പോൾ കുട്ടികൾ ജയിച്ച അഭിനന്ദനം, അതുപോലെ തന്നെ അനുമോദനം, മിടുക്കന്മാരായ കുട്ടികളുടെ ഫോട്ടോ വെച്ച് തന്നെ full A+, അതുപോലെ തന്നെ 1200 1200 മാർക്ക് +2, ഉന്നത വിദ്യാഭ്യാസം, എൻട്രൻസ് എക്സാം, എല്ലാ തരത്തിലും കുട്ടികൾ വളരെയധികം മിടുക്കന്മാരായി അവരുടെ കഴിവ്, അധ്വാനം എല്ലാം പ്രകടമായിട്ടാണ് ഈ റിസൾട്ടിനെ സമൂഹം നെഞ്ചിലേറ്റിയത്. ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പഴയൊരു കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കും വേണം full A+. ഞാൻ ആലോചിക്കുക അതൊക്കെ ഒരു ട്രെൻഡായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. full A+ കിട്ടുന്നവരുടെ ആ ഒരു ഫിഗർ, അവരുടെ ആ ഒരു പ്രസൻസ്, ഫാമിലി പോലും അവർക്ക് കൊടുക്കുന്ന പിന്തുണ, ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി പോലും വന്നാൽ ഷെയറിംഗ് ആണ് പേരൻസ്. എൻ്റെ മോൾക്ക് full A+, മകനെ full A+, എൻട്രൻസിൽ റാങ്ക് ഇത്ര,
അതൊക്കെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ നൽകുന്ന ഏറ്റവും പേരൻസ് കൊടുക്കുന്ന നേട്ടങ്ങളാണ്. Zero-1 മീഡിയ ക്രിയേഷൻസ് അണിയിച്ചൊരുക്കിയ ഉണ്ണിക്കുട്ടൻ എന്ന ഷോർട്ട് ഫിലിമിന്റെ ഉദ്ഘാടന കർമ്മം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് നിർവഹിച്ചു. കാഞ്ഞാണി സെന്റ് തോമസ് UP സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ സംവിധായകനും നടനുമായ സുരേഷ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസർ N. രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഭിനേതാവ് അരങ്ങത്ത് രാമൻകുട്ടി SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ CT ക്രിസ്റ്റി, ദിദി തോമസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബ സന്തോഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടോണി അത്താണിക്കൽ, ആശ സുധീരൻ, ഗാനരചയിതാവ് ജനാർദ്ദനൻ മണ്ണുമ്മൽ, സിനി ആർട്ടിസ്റ്റ് അനിൽ മണലൂർ, KJ സിജി, പക്കർ എളവള്ളി, ശുഭ സുനിൽകുമാർ, ആർച്ചമോൾ, സുധീഷ് വാഴപ്പള്ളി, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി CDS ചെയർപേഴ്സൺ സുജിത സനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉണ്ണിക്കുട്ടൻ എന്ന ഫിലിമിന്റെ പ്രദർശനവും വിസിൽ രാജാവ് എന്നറിയപ്പെടുന്ന ആനന്ദൻ കുറുവത്ത് പാടിയ വിസിൽ ഗാനവും ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരെയും അല്ലേ, നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ കാഞ്ഞാണി, അതുപോലെ തന്നെ മണലൂര്, നമ്മുടെ അന്തിക്കാട് എന്ന് പറയുന്ന പ്രദേശത്തെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കലാകാരന്മാരെ അതിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ട്. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകൻ ചേച്ചിയുടെ മകനെ കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല മികവാർന്ന, അതുപോലെ നമ്മുടെ ചേട്ടൻ, അതുപോലെ മികവാർന്ന കഴിവ്, അവരുടെ കഴിവ്, അഭിനയ കഴിവ് ഇത്തരത്തിലുള്ള ഈ ഒരു ടെലിഫിലിമിലൂടെയൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക്, അതിന് കാരണഭൂതനായിട്ടുള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ സുരേഷ് വാഴപ്പള്ളി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എന്ന് പറയുന്ന ആള് ഇത്തരത്തിൽ ഒട്ടേറെ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒട്ടേറെ ടെലിഫിലിമുകളിലൂടെ ഇനി സിനിമാ രംഗത്തേക്ക് പോലും ചുവട് വയ്ക്കാവുന്ന തരത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു മഹാ വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിനോദസഞ്ചാരികളെ ആകർഷിച്ച ജില്ലയിൽ പേരുകേട്ട അന്തിക്കാട്ട് കുളം ഉപയോഗശൂന്യമായി. നിറം മാറി ദുർഗന്ധം പരത്തിയതോടെ ഏതാനും ദിവസങ്ങളായി ഈ കുളം ഉപയോഗശൂന്യമാണ്. ദിവസവും രാവിലെയും വൈകിട്ടും നിരവധി ആളുകൾ കുളിക്കുകയും വസ്ത്രങ്ങൾ അലക്കുകയും കുട്ടികൾ നീന്തൽ പരിശീലനം നടത്തുകയും ചെയ്തിരുന്നു. കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ളതാണ് 4.5 ഏക്കറോളം വിസ്തൃതിയിലുള്ള അന്തിക്കാട്ട് കുളം. കഴിഞ്ഞ ഒരാഴ്ചയായി കുളത്തിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ഇത് വഴിയാത്ര ചെയ്യാൻ പറ്റാത്ത നിലയിലാണെന്ന് പരിസരവാസികൾ പറയുന്നു. ഞാൻ ഷൺമുഖൻ. അന്തിക്കാട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുളങ്ങളിൽ ഒന്നാണ് അന്തിക്കാട്ട് കുളം. അത് വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പൂപ്പലൊക്കെ നിറഞ്ഞ് ആൾക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളില്ല. സ്മെല്ല് അവിടെ സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇങ്ങനെ ഉണ്ടാവണം. എൻ്റെ പേര് ശ്യാമള. എന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് 36 വർഷമായി ഇവിടെ. ഈ 36 വർഷവും ഈ കുളത്തിലാണ് അലക്കി കുളിക്കാനായിട്ട് ഇന്ന് വരെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ തീരെ വരാൻ പറ്റില്ല. പൊട്ട വെള്ളവും മണവും. ഞങ്ങൾക്ക് വീട്ടിൽ അലക്കി കുളിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ അവിടെ അലക്കല്ലിടാനും അലക്കാനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ടാണ് ഈ കുളം ആശ്രയിച്ചിട്ട് ഇത്രയും വർഷം ഇവിടെ വന്നത്. ഇപ്പോൾ തീരെ ഇറങ്ങാനും പറ്റില്ല. മണത്തിട്ട് അങ്ങോട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഈ കുളത്തിൽ. ഇത്രയും വലിയ കുളം വേനൽക്കാലമായി എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ആകപ്പാടുള്ളൊരു ഉപജീവനം എന്ന് പറയാം ഈ വെള്ളം. എത്രയോ അടുത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നതാണ്. ഇപ്പോൾ ഒന്നിനും പറ്റാത്ത പോലെ ഈ വെള്ളം. കുളത്തിന്റെ തെക്ക് ഭാഗത്തു നിന്നും കുളത്തിലേക്ക് ചാഞ്ഞ് വെള്ളത്തിൽ അമർന്നു കിടക്കുന്ന മരങ്ങളുടെ ഇലകൾ പഴുത്തു ചീഞ്ഞും ഈ വൃക്ഷങ്ങളിൽ കൂട് കൂട്ടിയിട്ടുള്ള നിരവധി നീർക്കാക്കകളുടെയും കൊക്കുകളുടെയും മറ്റും കാഷ്ടം ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളും കുളത്തിൽ വെള്ളത്തെ മലിനമാക്കുന്നുണ്ട്. ഇതിനു പുറമെ അന്തിക്കാട് കോൾ പാടശേഖരത്തിലെ ചാലുകളിൽ നിന്ന് വേനൽക്കാലങ്ങളിൽ കുളത്തിലേക്ക് വെള്ളം കയറ്റിയിരുന്ന പൈപ്പുകൾ മുഴുവൻ കേടുവന്നതോടെ ഇറിഗേഷന്റെ ജലവിതരണ ശൃംഖല വഴി അന്തിക്കാട് കുളത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. കുളത്തിലേക്ക് വെള്ളം വരാനും കുളത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുമുള്ള സൗകര്യങ്ങൾ നിലച്ചതും അന്തിക്കാട്ട് കുളം ഉപയോഗശൂന്യമാക്കാനുള്ള മറ്റൊരു കാരണമാണെന്ന് നാട്ടുകാർ പറയുന്നു.
ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. TMC ഗ്രാമ്യ 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പെരുങ്ങോട്ടുകര സെറാഫിക് CGHSലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ സിസ്റ്റർ ടെസ്സിൻ ജോസഫ്, ഈ വിദ്യാലയത്തിൻ്റെ HM ആണ്. ഈ വിദ്യാലയം സെറാഫിക് CGHS പെരിങ്ങോട്ടുകര ഇവിടെ സ്ഥാപിതമായിട്ട് 78 വർഷം കഴിഞ്ഞു. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയമാണിവിടെ. ഈ നാടിൻ്റെ ഉന്നതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു അധ്യാപക സമൂഹം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളെ സ്വഭാവ മഹിമയിൽ വളർത്തുന്നതിനും അവർ നേടാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവരെ വളർത്തുന്നതിനും ഞങ്ങൾ അക്ഷീണം പരിശ്രമിക്കുന്നു. പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും അവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ വേണ്ട വിധത്തിൽ വളർത്തുവാനും നന്മയിൽ അവർ വളർത്തിയെടുക്കുവാനും ഞങ്ങൾ അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിലെ 12 കുട്ടികൾക്കാണ് ഫുൾ A+ ലഭിച്ചിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് ഗ്രാമ്യ ചാനലിൻ്റെ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് ബൈജു. ഞാൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. 2-3-4 വർഷങ്ങളായി ഞാനിവിടെ സ്കൂളിനെ കുറിച്ചും ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും എല്ലാവരുമായിട്ടും വളരെ അടുപ്പാണ്. ഈ അധ്യാപകരുടെ അക്ഷീണമായ പ്രവർത്തനവും അതേപോലെ തന്നെ കുട്ടികളുടെ കഠിനമായ പഠിപ്പും എല്ലാതും അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുടെ കഠിനമായിട്ടുള്ള പ്രോത്സാഹനവും എല്ലാതും അവരെ ഈ ഒരു 12 A+ നേടുവാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് സഹായിച്ച നമ്മുടെ ഗ്രാമ്യ ചാനൽ നൽകുന്ന ഈ വിദ്യാഭ്യാസ പുരസ്കാരം 9 വർഷമായി സ്കൂളിലെ കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ ഗ്രാമ്യ ചാനലിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഞാൻ MB സജീവ്. 2006 മുതൽ സെറാഫിക് കോൺവെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഞാൻ 10 വർഷം ഇവിടെ PTA പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം 10 വർഷമായിട്ട് വികസന സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ഈ നാടിന് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് വളരെ അഭിമാനപൂർവ്വമാണ്. 9 വർഷമായി ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 14 പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ വിദ്യാഭ്യാസ പ്രവർത്തനം വളരെ നന്മ ഉള്ള ഒരു പ്രവർത്തനമാണ്. അതിന് സെറാഫിക് കോൺവെൻറ്റിൽ വികസന സമിതിയുടെയും PTA-യുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെറാഫിക് കോൺവെൻറ്റിലെ മദർ PTA-യുടെ പ്രസിഡൻ്റാണ്. ഇത് 3ാമത്തെ വർഷമാണ് ഞാൻ മദർ PTA-യിൽ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നത്. അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഈ വർഷം 12 ഫുൾ A+ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വാങ്ങി തന്ന എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഗ്രാമ്യ ചാനലിനും അതിൻ്റെ പ്രവർത്തകർക്കും ഈ ഒരു അവസരം ഒരുക്കി തന്നതിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് നന്ദിത. ഈ കഴിഞ്ഞ SSLC-യിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം പുതിയ സിലബസ് ആയിരുന്നു, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലൊക്കെ പുതിയതായിരുന്നു. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒരുപോലെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ റിസൾട്ടിൽ നല്ല സന്തോഷമുണ്ട്. എൻ്റെ പേര് ആദിലക്ഷ്മി. ഈ SSLC-യിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ SSLC എന്ന് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും ഒരുപോലുള്ള സപ്പോർട്ട് കാരണമാണ് ഇപ്രാവശ്യം ഈ ഫുൾ A+ ലഭിക്കാനായിട്ട് സാധിച്ചത്. താങ്ക് യു. എൻ്റെ പേര് ഗാഥ ES. ഈ കഴിഞ്ഞ SSLC എക്സാമിന് ഫുൾ A+ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എൻ്റെ സ്കൂളും എൻ്റെ വീട്ടുകാരും തന്നെയാണ് എൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ മെയിനായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത്. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള
ഗ്രാമ്യ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. നമുക്ക് വിദ്യാലയത്തിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് സുബൈദ. ഞാൻ താന്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആണ്. യഥാർത്ഥത്തിൽ താന്യം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ ഹയർ സെക്കൻഡറിയുടെ വിജയ ശതമാനം ഇങ്ങനെ ഒരു ചാനലിൽ പറയാനായിട്ട് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് ഏപ്രിൽ 30 വരെ ഇവിടെ പ്രിൻസിപ്പാളായി ഇരുന്നിരുന്ന ശ്രീമതി സീന ജോസഫ് ടീച്ചറാണ്. ടീച്ചർ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ചാർജ് എടുത്തിരിക്കുകയാണ്. സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ഒരുപാട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വർക്ക് ചെയ്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി വന്നതാണ്. ട്രാൻസ്ഫർ വെക്കുമ്പോൾ പ്രധാന കാരണം ഈ സ്കൂളിന്റെ വിജയ ശതമാനമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി ഇവിടെ വന്നപ്പോൾ സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിജയ ശതമാനം 93%. ആ 93% എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉയർന്ന അക്കാദമിക നിലവാരമുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ള ഒരു ധാരണയോട് കൂടിയാണ് ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി വന്നത്. എന്നാൽ സ്കൂളിൽ വന്ന് കുട്ടികളുമായി ഇടപഴകിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് സർക്കാർ സ്കൂളിലെയും പോലെ തന്നെ നമ്മുടെ ഈ താന്യം ഹയർ സെക്കൻഡറി സ്കൂളിലും കുട്ടികൾ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ഈ പ്രായത്തിലേതായിട്ടുള്ള കുട്ടികളുടെ എല്ലാ ചാബല്യങ്ങളും ഉള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. എന്നിട്ടും ഈ വിജയ ശതമാനം 93 ആയി നിൽക്കുന്നതിന്റെ കാരണം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. തീർച്ചയായും ഒരു വലിയ ബഹുഭൂരിപക്ഷം കുട്ടികളെയും ടീച്ചർമാർ നല്ല എഫേർട്ട് എടുത്തുകൊണ്ട് അവസാന നിമിഷം പരീക്ഷയോടടുക്കുമ്പോൾ പ്രത്യേക കോച്ചിങ് കൊടുത്ത് ഇരുത്തി പഠിപ്പിച്ചുകൊണ്ട് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ ഞാൻ ഈ സ്കൂളിൽ കാണുകയുണ്ടായി. ഈ വർഷം നമ്മുടെ സ്കൂളിന്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് 88%. 88% എന്ന് പറയുമ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും നാട്ടിക നിയോജക മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളിൽ താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപന്തിയിലാണ്, 1ാം സ്ഥാനത്താണ് തന്നെ പറയാം. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥികൾ ഫുൾ A+ എടുത്ത് PTA അംഗമായ എക്സിക്യൂട്ടീവ് അംഗമായ എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് നിവേദ്യ PS. ഞാൻ ഇവിടെ GHS താന്യം സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ +2 വിദ്യാർത്ഥിനികളാണ്. ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളാണ്. സ്കൂളിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ സ്കൂൾ തിരഞ്ഞെടുത്ത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല തീരുമാനം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഈ ഫുൾ A+ കിട്ടിയ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് താന്യം സ്കൂൾ വളരെ നല്ല സ്കൂളാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സപ്പോർട്ടാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളം ശ്മശാനം പ്രവർത്തിപ്പിക്കണമെന്നും കുടിവെള്ളക്ഷാമവും റോഡുകളുടെ ശോചനീയാവസ്ഥയും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് CPM പൊതുയോഗം നടത്തി. ലോകകപ്പ് ഫുട്ബോളിനെ വരവേറ്റ് കയ്പമംഗലത്ത് വർണ്ണാഭമായ റാലി നടന്നു. പണമില്ലാത്തതിനാൽ 9 കൊല്ലമായി രജിസ്ട്രേഷൻ മുടങ്ങിക്കിടന്ന സ്ഥലം തിരിച്ചെടുത്തു നൽകി നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS ടീം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.